ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ലതാസ് രുചി സെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഒരു മധുര പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ ആ മധുര പലഹാരം എന്താണെന്നല്ലേ, നമുക്കൊരു ലഡു തന്നെ ഇന്ന് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 250 ഗ്രാം കടലമാവാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ 250 ഗ്രാം കടലമാവിന്റെ കൂടെ ഒരു 1/2 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലഡുവിനകത്തില് നമ്മൾ വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് വറുത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. കുറച്ച് നട്ട്സും അതേപോലെ തന്നെ കിസ്മിസും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മാവ് കലക്കുമ്പോൾ അതിനകത്തില് ഇടാൻ വേണ്ടി ഒരു നുള്ള് സോഡാപ്പൊടി, ഒരു നുള്ള് ഉപ്പ്, പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് ആദ്യം ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം, ലൂസാക്കി എടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് ലൂസാക്കി എടുക്കാം. ഇവിടെ ഞാൻ ഫുഡ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സോഡാപ്പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ മഞ്ഞപ്പൊടി ചേർക്കാൻ പാടില്ല. മഞ്ഞപ്പൊടി ചേർക്കുമ്പോൾ സോഡാപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ ചേരുമ്പോൾ അതിനൊരു ചുമപ്പ് കളർ വരും. അതുകൊണ്ട് ഫുഡ് കളർ തന്നെ ഉപയോഗിക്കണം. ഇതെല്ലാം നമ്മൾ വീട്ടിൽ ചെയ്യാനാണെങ്കിൽ ഫുഡ് കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് കരടൊന്നും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ലഡു ഉണ്ടാക്കുന്നതിനുള്ള മാവ്, ലഡുവിന്റെ ബൂന്തി ഉണ്ടാക്കുന്നതിനുള്ള മാവ് ഞാനിവിടെ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ചീനിച്ചട്ടിക്കകത്തില് എണ്ണ അടുപ്പേ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ഇപ്പൊ ചൂടായിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെയായിട്ട് എണ്ണയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതേപോലെ കിഴുത്തക്ക് ഉള്ള തവിക്കകത്തുകൂടെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ ഒരു ബൂന്തി ഒരുപാട് മൂക്കാൻ പാടില്ല. മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചസാര പാനിയിലിടുമ്പം പഞ്ചസാര പിടിക്കാതെ വരും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് മൂക്കുന്നതിന് മുമ്പ് തന്നെ ഇത് കോരി മാറ്റണം. അപ്പൊ നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാവേ. നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ഇടുമ്പോൾ ഇതേപോലെ കട്ടയാകാറുണ്ട്. അത് നമുക്ക് കുഴപ്പമില്ല. നമ്മൾ പഞ്ചസാര പാനിയിലോട്ട് ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പൊ അതങ്ങ് മാറിക്കോളും. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കിടക്കുമ്പോഴേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ മാവെല്ലാം കൂടെ ഒന്നിച്ച് ഉണ്ട കെട്ടി പോകും. മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് കോരി എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ലഡു ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൂന്തിയൊക്കെ ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പാനിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ 1/2 കിലോ പഞ്ചസാരയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്തിലോട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് പാനിയാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ പഞ്ചസാര പാനി ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു നൂൽ പരുവം ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ പഞ്ചസാര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വലുതായിട്ട് തോന്നിക്കുന്ന ബൂന്തിയൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിനകത്തിലോട്ടിട്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ പഞ്ചസാര പാനി ഇപ്പം ഒരു നൂൽ പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തിലോട്ട് ഈ ബൂന്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഞാൻ മിക്സിക്കകത്തൊന്ന് പൊടിച്ചെടുത്ത ബൂന്തിയാ വലുതായിട്ട് കിടന്നതൊക്കെ. ഇനി ബാക്കിയും കൂടെ നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന നട്ട്സും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നു.
ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇത് ഈ പാനി ഇങ്ങനെ ഇരിക്കുന്നെന്ന് വിചാരിച്ച് നമ്മള് ടെൻഷനൊന്നും ആവണ്ട. ഇത് ഈ ബൂന്തിയില ഈ പഞ്ചസാരയൊക്കെ പിടിച്ച് കഴിയുന്ന ഉടനെ ഇത് നന്നായിട്ട് അങ്ങ് തോർന്ന് കിട്ടിക്കോളും. അപ്പൊ കുറച്ചു നേരം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ ബൂന്തി പഞ്ചസാര പാനിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് പരുവമായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോ ഈ ഒരു പരുവത്തില് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിന്റെ വലിയ ചൂടൊന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ബൂന്തിയൊക്കെ നല്ല റെഡിയായി കിട്ടും. അപ്പൊ നമുക്കിനി അതൊന്ന് അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ ലഡു ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് ഇപ്പം മുമ്പേ ഇരുന്നത് പോലെ അല്ലല്ലോ, ഇപ്പൊ നല്ല തോർന്ന് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലഡു നല്ല പരുവത്തില് ആയി കിട്ടിയിട്ടുണ്ട്. ആ വലിയ ചൂടൊക്കെ ഒന്ന് മാറി ഇനി നമുക്കിതൊന്ന് ഉരുളകളാക്കി എടുക്കാം. കുറേശ്ശെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് ഇതെല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുളകളാക്കി എടുക്കാം. നമ്മളിത് ബൂന്തി എടുക്കുന്ന സമയത്ത് അതിന്റെ ബൂന്തി ഒരുപാട് മൂത്ത് പോകരുത്. മൂത്ത് പോയി കഴിഞ്ഞാൽ ഇതേപോലെ പഞ്ചസാര എളുപ്പം പിടിക്കത്തില്ല. അപ്പൊ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇടയ്ക്കൊക്കെ കട്ടയായിട്ട് വരും. അത് ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ മിക്സിയുടെ ജാറിനകത്തിലിട്ടിട്ട് ആ വലിയ ബൂന്തിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പോ ഞാൻ അങ്ങനെ പൊടിച്ചെടുത്തതാണ്. അപ്പൊ ഇനി ഇതെല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ ലഡു തന്നെയാണിത്. ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതേപോലെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത ഒരു നല്ല വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.